ഹായ് ഓൾ, റീസൺ അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ റാപ്പിഡ് റിവിഷൻ സീരീസിന്റെ ലെക്ചർ 1 സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ലെക്ചർ 1 പാസീവ് കമ്പോണൻസ് ആണ് നമ്മൾ നോക്കുന്ന ടോപ്പിക്. അപ്പം ഇതില് നമുക്കറിയാം പാസീവ് കമ്പോണൻസ് ഏതൊക്കെയാണെന്നും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്കറിയാം. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കി വെക്കേണ്ട പോയിന്റ്സും അതിനെ കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും മാക്സിമം ഷെയർ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതില് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്ത് എത്രത്തോളം നമുക്ക് അറിവുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻസ് ത്രൂ നമ്മൾ ഈ സീരീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ടോപ്പിക്സിന്റെ ഒരു ബേസിക് ഐഡിയ നമ്മൾ തരുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം പാസീവ് കമ്പോണൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ. അപ്പം ലെക്ചർ പോളിടെക്നിക്കിൽ വെച്ചിട്ടാണെങ്കിൽ അതിന്റെ സിലബസിൽ റിവ്യൂ ഓൺലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്കറിയാം റിവ്യൂ ആണെങ്കിൽ തന്നെയും 12 മാർക്ക് ക്വസ്റ്റ്യൻസിന് ചോദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ടോപ്പിക്സും ഉണ്ട് അതിനകത്ത്. അപ്പൊ റിവ്യൂ ആണെങ്കിൽ തന്നെയും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ. എവിടുന്ന് ചോദ്യം വന്നാലും നമുക്ക് ആൻസർ ചെയ്യാവുന്ന തരത്തില്, അല്ലെ? അപ്പോ റെസിസ്റ്ററിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു വോൾട്ടേജ് കറണ്ട് റിലേഷൻ എടുക്കുകയാണെങ്കിൽ വി ഈക്വൽ ടു ഐ ആർ. ഓക്കെ, വി ഈക്വൽ ടു ഐ ആർ. അതേപോലെ കറണ്ട് വോൾട്ടേജ് റിലേഷൻ എടുക്കുകയാണെങ്കിൽ പി ബൈ ആർ. ഓക്കെ, ദെൻ പവർ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം പവർ എന്ന് പറയുന്നത് വി ഇൻറ്റു ഐ ആണ്. ദെൻ നമുക്ക് ഐ സ്ക്വയർ ആർ, ദെൻ വി സ്ക്വയർ ബൈ ആർ. ഇതൊക്കെ നമുക്ക് പ്രോബ്ലത്തിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെ? പ്രോബ്ലം ബേസ് ചെയ്ത് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ദെൻ ഈക്വലന്റ് റെസിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ സീരീസ് കണക്ഷനിലാണെങ്കിൽ രണ്ടും കൂടി ആഡ് ചെയ്യും. പാരലൽ കണക്ഷൻ ആണെങ്കിൽ എന്താണ്? R1 R2 ബൈ R1 പ്ലസ് R2, അല്ലെ? അതിന്റെ റെസിപ്രോക്കൽസ് തമ്മിൽ ആഡ് ചെയ്യുന്നു, അല്ലെ? എന്നിട്ട് അതിന്റെ റെസിപ്രോക്കൽ എടുക്കുന്നു, അല്ലെ? ഇനി ഈ സീരീസ് കണക്ഷൻ ആകുമ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യം? സീരീസ് കണക്ഷൻ ആകുമ്പോൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്താണ്? സീരീസ് ആകുമ്പോൾ നമുക്ക് സെയിം എന്തുണ്ടാവും? സെയിം കറണ്ട് ഉണ്ടാവും, ഡിഫറെന്റ് വോൾട്ടേജ് ഉണ്ടാവും, അല്ലെ? ഇനി പാരലൽ ആകുമ്പോൾ നമുക്ക് എങ്ങനെയാണ്? സെയിം വോൾട്ടേജ് ആണ്, ദെൻ ഡിഫറെന്റ് കറണ്ട് ആണ്, അല്ലെ? ഓക്കെ, ദെൻ ഡി സി എക്സൈറ്റേഷൻ, അത് ഡി സി നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് റെസിസ്റ്ററിന്റെ കേസിൽ എന്തായിരിക്കും? എ സി എങ്ങനെയാണോ അപ്ലൈ ചെയ്യണത് അത് തന്നെ ആയിരിക്കും ഡി സിയിലും സംഭവിക്കുന്നത്, അല്ലെ? അത് ഇതിൽ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. സർക്യൂട്ടിലെ ഒരു വേരിയബിൾസിനും റെസിസ്റ്റർ കൊണ്ട് ഒരു ചേഞ്ച് ഉണ്ടാവില്ല, അല്ലെ? ഓക്കെ, ദെൻ ഇൻഡക്ടർ നോക്കുകയാണെങ്കിൽ എന്താണ്? വോൾട്ടേജിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വി ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. ദെൻ കറണ്ടിന്റെ ഇക്വേഷൻ ഐ ഇസ് ഈക്വൽ ടു 1 ബൈ എൽ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് വി ഓഫ് ടി, അല്ലെ? പ്ലസ് ഐ ഓഫ് ടി 0. ഇത് ടി ഈക്വൽ ടു 0 എന്നുള്ള ഇൻസ്റ്റന്റിലേയും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ദെൻ എനർജി ഇവിടുത്തെ കേസിൽ എങ്ങനെയാണ്? ഈ ഇൻഡക്ടറിന്റെയും കപ്പാസിറ്ററിന്റെയും കേസിൽ എനർജീനെ സ്റ്റോർ ചെയ്യാണ്, അല്ലെ? എനർജീനെ നമ്മൾ സ്റ്റോർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്യുന്ന എനർജിയുടെ നമുക്ക് ഡബ്ല്യു എന്നുള്ളത് ഇന്നും റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഈ സ്റ്റോർ ചെയ്യുന്ന എനർജിയുടെ ഇക്വേഷൻ ആണ് 1/2 L ഇൻറ്റു ഐ സ്ക്വയർ. ഓക്കെ, ദെൻ സീരീസ് കണക്ഷൻ ആണെങ്കിൽ സെയിം ആസ് ദാറ്റ് ഓഫ് റെസിസ്റ്റൻസ്. പാരലൽ കണക്ഷനിലാണെങ്കിൽ സെയിം ആസ് ദാറ്റ് ഓഫ് റെസിസ്റ്റൻസ്, അല്ലെ? സീരീസിലാണെങ്കിൽ ആഡ് ചെയ്യുന്നു, പാരലൽ ആണെങ്കിൽ നമ്മൾ റെസിപ്രോക്കൽസ് ആഡ് ചെയ്തിട്ട് അതിന്റെ റെസിപ്രോക്കൽ എടുക്കുന്നു. എങ്ങനെയാണോ റെസിസ്റ്ററിന്റെ ഇക്വേഷൻ അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഇനി ഇൻഡക്ടറിൽ ഡി സി എക്സൈറ്റേഷൻ വരുമ്പോൾ, ഒരു ഡി സി നമ്മൾ ഇൻഡക്ടറിൽ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അപ്പൊ ഞാൻ ഓർത്തിരിക്കാൻ പറയാം. ഇൻഡക്ടർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, അല്ലെ? അപ്പൊ ഒരു ഡി സി കടത്തി വിടുകയാണെങ്കിൽ ഈ കോയിന്റെ അകത്ത് കൂടി ഇങ്ങനെ കടന്നു പോകും. അപ്പൊ ഇതൊരു ഷോർട്ടായിട്ട് ആക്ട് ചെയ്യും, അല്ലെ? ഇതൊരു ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അത് കൂടാതെ എന്തായിരിക്കും?
AC. ഈ AC നമുക്ക് ഇതുവഴി പാസ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ? ഈ കോയിലിൽ ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നോക്കി. ഫിഗറിൽ നമ്മൾ വരയ്ക്കുമ്പോൾ ഇത് കട്ടാവുന്നുണ്ട് അല്ലെ? അപ്പൊ എന്താണ് AC? ഞാനിത് ഓർക്കാനുള്ള ഒരു മെത്തേഡ് ആട്ടോ പറയുന്നത്. ഇൻഡക്ടർ കോയിലിൽ ഒരു കോയിലാവുമ്പോൾ DC ഇങ്ങനെ പാസ് ചെയ്യും. ഒരു കോയിലാവുമ്പോൾ AC ഇങ്ങനെ കടന്നു പോകാൻ പറ്റുന്നില്ല. ഈ കോയിലിനെ കട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ AC-നെ ബ്ലോക്ക് ചെയ്യും, DC-നെ കടത്തി വിടും. ഓക്കെ, അപ്പൊ DC എക്സൈറ്റേഷനിൽ ഷോർട്ട് സർക്യൂട്ട് ആണ്. ഓക്കെ, ഇനി ഇൻഡക്ടറിലെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താണ്? കറണ്ടിനെ സഡൻലി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇൻഡക്ടറിൽ കറണ്ടിനെ സഡൻ ചേഞ്ച് പറ്റില്ല. ഓക്കെ, ദെൻ കപ്പാസിറ്റർ നോക്കുകയാണെങ്കിൽ കപ്പാസിറ്ററിൽ എന്താ വോൾട്ടേജ് എന്ന് പറയുന്നത് 1/c ഇന്റഗ്രൽ ഓഫ് I of t dt പ്ലസ് V of t0, അതായത് t ഈക്വൽ ടു 0 വോൾട്ടേജ്. ഓക്കെ, ദെൻ കറണ്ട് എന്ന് പറയുന്നത് I is equal to C into dV by dt. ദെൻ ഇവിടെ എനർജി എന്ന് പറയുന്നത്, ഇവിടെയും എനർജീനെ സ്റ്റോർ ചെയ്യാണ്. ഓക്കെ, അപ്പൊ എനർജി എന്ന് പറയുന്നത് 1/2 CV². ദെൻ ഈക്വലന്റ് സീരീസ് കണക്ഷനിൽ റെസിസ്റ്റർ എങ്ങനെയായിരുന്നോ പാരലൽ, അതാണ് കപ്പാസിറ്ററിൽ സീരീസ് വരുന്നത്. റെസിസ്റ്ററിൽ പാരലൽ കണക്ഷനിൽ എങ്ങനെയാണ്? റെസിപ്രോക്കൽസിനെ ആഡ് ചെയ്തിട്ട് അതിന്റെ റെസിപ്രോക്കൽ എടുക്കുന്നു. അതാണ് ഇവിടെ കപ്പാസിറ്ററിലെ സീരീസ് കണക്ഷനിൽ വരുന്നത്. അപ്പൊ C1 C2 by C1 plus C2. ദെൻ പാരലലും ഇതേപോലെ നേരെ ഓപ്പോസിറ്റ് ഡയറക്റ്റ് ആഡ് ചെയ്താൽ മതി, C1 plus C2. ഇനി ഇവിടെ DC എക്സൈറ്റേഷൻ ഒരു കപ്പാസിറ്ററിൽ ഇവിടെ നോക്കിയാൽ മതി. ഒരു DC ഇങ്ങനെ കടന്നു വരുന്നു, ഇതിനെ എന്ത് ചെയ്യുന്നു? ബ്ലോക്ക് ചെയ്യുന്നു. അപ്പൊ ഇത് DCക്ക് ഇവിടെ എന്താണ്? ഓപ്പൺ സർക്യൂട്ട് ആണ് കപ്പാസിറ്റർ. അതേ സമയത്ത് ഒരു AC സർക്യൂട്ട് ആണെങ്കിൽ കണ്ടോ, കടത്തിവിടും. ഇത് ഓർക്കാൻ എളുപ്പത്തിനാട്ടോ ഈ ഒരു ഇത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോ AC-നെ കടത്തിവിടും, DC-നെ ബ്ലോക്ക് ചെയ്യും. ഓക്കെ, ഇനി ഇവിടെ കപ്പാസിറ്ററിന് വോൾട്ടേജ് ആണ് അബ്രപ്റ്റ്ലി ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ഒരു വേരിയബിൾ എന്ന് പറയുന്നത്. പെട്ടെന്ന് സഡൻ ചേഞ്ച് ചെയ്യാൻ പറ്റാത്തത് വോൾട്ടേജ് ആണ്. ഓക്കെ, ഇത്രയും മെയിൻ ആയിട്ട് ഓർത്തിരിക്കുക. നെക്സ്റ്റ് റെസിസ്റ്ററിൽ ഇനി വരുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ പറയാം. ഫസ്റ്റ് ഈ ഒരു ഇക്വേഷൻ, റെസിസ്റ്ററിന്റെ ഈ ഒരു ഇക്വേഷൻ എന്താ? R is equal to rho L by A. ഓക്കെ, അപ്പൊ റോ എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റി. ഇത് എന്തിനാ? ഈ റെസിസ്റ്റിവിറ്റി എന്തിനാ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഈ റോ എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റി ആണ്. ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ മെറ്റീരിയൽ. ഓരോ മെറ്റീരിയലിനും ഓരോ റെസിസ്റ്റിവിറ്റി ആയിരിക്കും. ദെൻ ഈ L എന്ന് പറയുന്നത് ലെങ്ത് ആണ്, A എന്ന് പറയുന്നത് ഏരിയ ആണ്. ഇത് രണ്ടും എന്തിന്റെയാണ്? ആ കണ്ടക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഓക്കെ, ഇനി ഈ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഓം അല്ലെ? ഓം എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇനി റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് കണ്ടക്ടൻസ്, അതിനെ നമുക്ക് മോ എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, മോ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ഇത് മോന്ന് ഇങ്ങനെ എഴുതാം, ഇല്ലെങ്കിൽ സീമെൻസ് ഓക്കെ എസ് എന്നും റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ അല്ലേ? ഇനി എന്തൊക്കെ നമുക്ക് പറയാം? ഇനി നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? റെസിസ്റ്റൻസിന്റെ വാല്യൂവിനെ ബേസ് ചെയ്ത്, ഓക്കെ, റെസിസ്റ്റൻസിന്റെ വാല്യൂ വാല്യൂവിനെ ബേസ് ചെയ്ത് നമുക്ക് 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 1 ലോ റെസിസ്റ്റൻസ്, 2 മീഡിയം റെസിസ്റ്റൻസ്, ഓക്കെ, 3 ഹൈ റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ ഈ ലോ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ഓം ആണ്. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് കെൽവിൻസ് ഡബിൾ ബ്രിഡ്ജ്, ഈ മെഷർമെന്റ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ
വാല്യൂ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ മീഡിയം റെസിസ്റ്റൻസിന് 1 ohm to 100 kilo. ഓക്കെ, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആണ്. ഓക്കെ, വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആണ്. അപ്പൊ ഈ ഒരു ടെക്നിക്കാണ് ആക്ച്വലി വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, ഓം മീറ്റർ അല്ലെങ്കിൽ പൊട്ടൻഷ്യോ മീറ്ററിലൊക്കെ ഈ ഒരു ടെക്നിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ഹൈ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എബവ് 100 കിലോ ഓം. ഓക്കെ, അപ്പം ഇതിനെ നമ്മൾ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് എന്ന് പറയും. ഓക്കെ, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് മെഗർ ആണ്. ഓക്കെ, മെഷർമെന്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് റെസിസ്റ്റൻസ് വാല്യൂവിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഇനി ഈ റെസിസ്റ്റൻസിന്റെ ഈ മെറ്റീരിയലിനെ അല്ലെങ്കിൽ ഈ റെസിസ്റ്റൻസിന്റെ വയറിനെ നമുക്ക് സ്ട്രെച്ച് ചെയ്യാം അല്ലെങ്കിൽ കംപ്രസ് ചെയ്യാം. ഓക്കെ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സ്ട്രെച്ച് ചെയ്യുക അല്ലെങ്കിൽ ഈ വയറിനെ ഡ്രോ ചെയ്യുക എന്ന് പറയും. ഓക്കെ, ഇങ്ങനെ വരുന്ന ഡ്രോൺ ചെയ്യുക എന്ന് വരുന്ന കൺസെപ്റ്റ്, ഈ രണ്ട് കൺസെപ്റ്റിലും എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു വയറിനെ നമ്മൾ വലിച്ച് സ്ട്രെച്ച് ചെയ്താലും അല്ലെങ്കിൽ കംപ്രസ് ചെയ്താലും അതിന്റെ വോളിയം ഈക്വൽ ആയിരിക്കും. ഓക്കെ, വോളിയം ഈക്വൽ ആയിരിക്കും. അതായത് ഫസ്റ്റ് ടൈം എടുക്കുന്ന വോളിയം തന്നെ ആയിരിക്കും സെക്കൻഡ് ടൈം വരുന്ന വോളിയം, അല്ലെ? അപ്പൊ ഇത് നമുക്ക് A1 L1 അതായത് ഏരിയ ഇൻറ്റു ലെങ്ത് ആണ് വോളിയം, അത് ഈക്വൽ ടു A2 L2 ഈ ഒരു കൺസെപ്റ്റിലാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ട്രെച്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ ന്യൂ റെസിസ്റ്റൻസ് R' എന്ന് എടുത്തോ. ഓക്കെ, N² R എന്ന് വരും. എത്ര ടൈംസ് സ്ട്രെച്ച് ചെയ്തു, അതായത് N ടൈംസ് സ്ട്രെച്ച് ചെയ്തു അല്ലെങ്കിൽ N ടൈംസ് കംപ്രസ് ചെയ്തു എന്ന് പറയുമ്പോൾ പുതിയ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് N² R ആയിരിക്കും സ്ട്രെച്ച് ചെയ്യുന്ന കേസിൽ. ദെൻ കംപ്രസ് ചെയ്യുന്ന കേസിൽ R' അല്ലെങ്കിൽ ന്യൂ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R/N² ആയിരിക്കും. ഓക്കെ, ഇത് പ്രോബ്ലം വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് ഓർത്തിരിക്കുക. പിന്നെ വരുന്ന കൺസെപ്റ്റ് എന്താണ്? ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. ഓക്കെ, അടുത്ത കൺസെപ്റ്റ് ആണ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്, ആൽഫ എന്ന് പറയുന്ന കേസ്. ഓക്കെ, ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആൽഫനെ നമുക്ക് RT മൈനസ് R0/R0T, അതായത് റെസിസ്റ്റൻസ് അറ്റ് 0 കെൽവിൻ ആണ് R0 എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ് അറ്റ് അതായത് 0 ഡിഗ്രി സെൽഷ്യസ്. ദെൻ T എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് അറ്റ് T ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പൊ ഇതാണ് ആൽഫയുടെ ഇക്വേഷൻ വരുന്നത്. ഇവിടെ നമുക്ക് മേജർ ഈ കൺസെപ്റ്റ് ഓർത്തിരിക്കേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് തരത്തിൽ ഇത് വരാം. ഓക്കെ, രണ്ട് തരത്തിൽ ഈ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് വരും. അതായത് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റും നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റും. പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് പറയുമ്പം മെറ്റൽസിലും അലോയ്സിലും ആണ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് വരുന്നത്. ദെൻ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻസ് വരുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഇലക്ട്രോലൈറ്റ്സ്. ഓക്കെ, ഇലക്ട്രോലൈറ്റ്സ്, സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, ഇതിനാണ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം മസ്റ്റ് ആയിട്ടും ഓർത്തിരിക്കുക. ഇനി അടുത്ത കേസ് കളർ ബാൻഡ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് ഇവിടെ നോക്കാം. കളർ ബാൻഡ്സ് എന്ന് പറയുമ്പം നമുക്ക് 4 ബാൻഡ് ഉണ്ട്. ഓക്കെ, 4 ബാൻഡ്സ് വരുന്നുണ്ട്. 4 ബാൻഡ്സ് വരുമ്പോഴേക്കും ഇതാണ് റെസിസ്റ്റർ എന്ന് വിചാരിക്കുക. 4 ബാൻഡ്സ് വരുമ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുള്ളതാണ് റെസിസ്റ്ററിന്റെ വാല്യൂ. ഇപ്പം ഇത് ഫസ്റ്റ് ഡിജിറ്റ്, ഇത് സെക്കൻഡ് ഡിജിറ്റ്സ്,
then third band വരുന്നത് multiplier, fourth band വരുന്നത് tolerance. ഓക്കെ, ഇനി 5 ബാൻഡ്, ഒരു 5 ബാൻഡിന്റെ കളർ കോഡാണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡിജിറ്റ്, സെക്കൻഡ് ഡിജിറ്റ്, തേർഡ് ഡിജിറ്റ്, ദെൻ മൾട്ടിപ്ലയർ, ദെൻ ടോളറൻസ്. ഓക്കെ, ഇനി 6 ബാൻഡ്സ് ആണ് വരുന്നതെങ്കിൽ, 6 ബാൻഡ്സിന്റെയാണ് നമുക്ക് വരുന്നതെങ്കിൽ ഫസ്റ്റ് ഡിജിറ്റ്, സെക്കൻഡ് ഡിജിറ്റ്, തേർഡ് ഡിജിറ്റ്, മൾട്ടിപ്ലയർ, ടോളറൻസ്, ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്, ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ വാല്യൂസ് നിങ്ങൾക്ക് അറിയാല്ലേ, കളർ കോഡിങ് നിങ്ങൾക്ക് അറിയാല്ലേ. ബി റോയ് ഹാസ് എ ഗ്രേറ്റ് ബ്രിട്ടൻ വെരി ഗുഡ് വൈഫ്, അല്ലേ? അപ്പൊ നമുക്കിതിന്റെ വാല്യൂസ് അറിയാം. 0, 1, 2, 3, 4, 5, 6, 7, 8, 9 അല്ലെ, 0 to 9 വരെയാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഫസ്റ്റ് ഡിജിറ്റ്, സെക്കൻഡ് ഡിജിറ്റും, അതേപോലെ ഫിഫ്ത്ത് ബാൻഡ്, സിക്സ്ത് ബാൻഡ് ഒക്കെ ആണെങ്കിൽ തേർഡ് ഡിജിറ്റും വരുന്നത്. ഓക്കെ, ദെൻ എന്താണ് മൾട്ടിപ്ലയേഴ്സ് വരുമ്പോൾ മൾട്ടിപ്ലയേഴ്സിന്റെ കേസിൽ നമുക്ക് ഗോൾഡ് ഉണ്ട്, സിൽവർ ഉണ്ട്, അല്ലേ? ഗോൾഡ് ഉണ്ട്, സിൽവർ ഉണ്ട്. ഗോൾഡ് എന്ന് പറയുമ്പോൾ 10⁻⁻1ഉം സിൽവർ എന്ന് പറയുമ്പോൾ 10⁻². ഓക്കെ, ഇനി അതേപോലെ ടോളറൻസ് നമുക്ക് പല കളർ വരുന്നുണ്ട്, അല്ലേ? ടോളറൻസ് നമുക്ക് പല കളർ വരുന്നുണ്ട്. ടോളറൻസ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത് ഗോൾഡ്, സിൽവർ, അതുപോലെ നോ കളർ അല്ലെങ്കിൽ ബോഡി കളർ എന്ന് പറയും. അപ്പോൾ ഗോൾഡ് ആണെങ്കിൽ 5%, സിൽവർ ആണെങ്കിൽ 10%, നോ കളർ അല്ലെങ്കിൽ ബോഡി കളർ ആണെങ്കിൽ 20%. അതായത് ഈ രീതിക്കായിരിക്കും ടോളറൻസ് ഉണ്ടാവുക. അതേപോലെ ടെമ്പറേച്ചർ കോഎഫിഷ്യൻസിനും വാല്യൂ ഉണ്ട്. അപ്പം മെയിൻ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ, ഈ കളർ കോഡും മൾട്ടിപ്ലയേഴ്സിന്റെ ഈ വാല്യൂസും ടോളറൻസിന്റെ ഈ വാല്യൂസും നോക്കിയാൽ മതി. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് റെസിസ്റ്റൻസ്, ഓക്കെ, റെസിസ്റ്റേഴ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ടൈപ്സ് ഓഫ് റെസിസ്റ്റേഴ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒന്ന് കാർബൺ കോമ്പോസിഷൻ. ഓക്കെ, കാർബൺ കോമ്പോസിഷൻ. 2 കാർബൺ ഫിലിം. 3 വയർ ബോണ്ട്. ഓക്കെ, 4 മെറ്റൽ ഫിലിം. ഈ 4 മെയിനായിട്ട് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ ഈ കാർബൺ കോമ്പോസിഷൻ എന്ന് പറയുമ്പം ഇതിലൊരു ഫ്യൂ ഓംസ് ടു 22 മെഗാ ഓം വരെ വരും. ഓക്കെ, ഇതിൻ്റെ ടോളറൻസ് 5% to 20% നമുക്ക് ടോളറൻസും വരാം. ഓക്കെ, അതേപോലെ വാട്ടേജ് എന്ന് പറയുന്നത് 0.1 to 2 വാട്ട് വരാം. ഇനി കാർബൺ ഫിലിം എടുക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ ഫ്യൂ ഓംസ് ടു കുറച്ചും കൂടി ഇതിലോട്ട് പോയി 100 മെഗാ ഓം വരെ പോകും. ഓക്കെ, ടോളറൻസ് സെയിം ആണ്, വാട്ടേജും സെയിം ആണ്. അപ്പോൾ ഈ 2 ടൈപ്പ് ഓഫ് റെസിസ്റ്റേഴ്സും നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഉള്ള ഇതാണ്. എന്തുകൊണ്ടാണ്? കാർബൺ ആണ് അവിടെ വരുന്നത്, അല്ലേ? കാർബൺ ആണ് അവിടെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ. അപ്പം നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണ്. ദെൻ വയർ വൂണ്ടിൽ വരുന്നത് ആക്ച്വലി 1 ohm to 100 kilo ohm വരെ വയർ വൂണ്ട് റെസിസ്റ്റേഴ്സിൽ വരും. അവിടെ 0.01 to 1% ആണ് ടോളറൻസ് വരുന്നത്. അതുപോലെ വാട്ടേജ് അപ് ടു 50 watts ആണ്. ഓക്കെ, അപ്പം ഇവിടെ ഈ വയർ ബോണ്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നിക്രോം. ഓക്കെ, അലോയ്സ് ആണ്, നിക്രോം, മാംഗനീൻ. ഓക്കെ, ദെൻ കോൺസ്റ്റാന്റിൻ. ഓക്കെ, അപ്പോൾ ഇത്രയും
മെറ്റീരിയൽസ് ആണ് നമ്മൾ വയർ ബോണ്ട് റെസിസ്റ്റേഴ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് മെറ്റൽ ഫിലിം. മെറ്റൽ ഫിലിമിൽ നമുക്ക് 1 ohm to 10⁴ ohm വരെ വരും. ഓക്കെ, സെയിം വോൾട്ടേജ്, അതായത് 0.01 to 2% വരെ ടോളറൻസ് വരാം. ആൻഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് <1 watt ഓർ 3 watt ആണ്. അപ്പോൾ ഹൈ വോൾട്ടേജ് ഉള്ള ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വയർ ബോണ്ടാണ് അല്ലേ. ഓക്കെ, ഇനി ഈ മെറ്റൽ ഫിലിമിനെ നമുക്ക് പ്രിസിഷൻ ടൈപ്പ് റെസിസ്റ്റർ എന്നും പറയാം. അത് കൂടാതെ ഇത് ഒരു PTC ആണ്. ഓക്കെ, ഇതും ഈ വയർ ബൗണ്ട് അലോയ്സ് അല്ലേ, അപ്പോൾ ഇതും ഒരു PTC ആയിട്ടുള്ള റെസിസ്റ്ററാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് റെസിസ്റ്റേഴ്സിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. നെക്സ്റ്റ് കപ്പാസിറ്റർ നമുക്കറിയാം, 2 പ്ലേറ്റ്സിൻ്റെ ഇടയിൽ ഒരു ഡൈഇലക്ട്രിക് പ്ലേസ് ചെയ്യുന്നതാണ് കപ്പാസിറ്റർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ 2 ചാർജ്ഡ് പ്ലേറ്റ്ലി ചാർജ്ഡ് ആയിട്ടുള്ള അല്ലെ പാരലൽ പ്ലേറ്റ്സിൻ്റെ ഇടയിൽ എന്ത് വരുന്നു, ഒരു ഡൈഇലക്ട്രിക് വരുന്നു. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് C = Q/V എന്നുള്ളതാണ് ബേസിക് ഇക്വേഷൻ. അതുകൂടാതെ എന്ത് വരുന്നു, ε0 εr A/d അല്ലേ. അപ്പം നമുക്കറിയാം ε0 എന്ന് പറയുന്നത് അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ആണ്. ഓക്കെ, അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ആണ്. εr എന്ന് പറയുന്നത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ആണ്. അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി എപ്പോഴും ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് അല്ലേ. അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. ഇനി റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദി മെറ്റീരിയൽ ആണ് നമുക്ക് വരുന്നത് അല്ലേ. ഇനി ഇത് കൂടാതെ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ വേറെ എന്തൊക്കെയാണ്, കപ്പാസിറ്ററിനെ ബേസ് ചെയ്ത് ഇത് കൂടാതെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൽ അഗെയിൻ നമ്മളൊരു ഡൈഇലക്ട്രിക് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ കപ്പാസിറ്റൻസിന് എന്ത് സംഭവിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അല്ലേ. ഇപ്പോൾ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, ഓക്കെ, ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഒരു ഡൈഇലക്ട്രിക്കും കൂടി ആഡ് ചെയ്യാണ്. ഇവിടെ ഒരു ഡൈഇലക്ട്രിക് ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഡൈഇലക്ട്രിക് 2 ഉണ്ട്. അതിന് εr2 ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ε0 A/σd/εr, അതായത് ε0 A/d1/εr1 പ്ലസ് d2/εr2. ഇത് d1 ഡിസ്റ്റൻസ്, ഇത് d2 ഡിസ്റ്റൻസിലാണ്. രണ്ടിൻ്റെയും റിലേറ്റീവ് പെർമിറ്റിവിറ്റിയും തന്നിട്ടുണ്ട് എന്നുള്ള കേസിലാണ് നമുക്ക് ഇങ്ങനെ വരുന്നത്. ഓക്കെ, ഇനി ഒരു മീഡിയം പാർഷ്യലി എയർ ആണെന്ന് കരുതുക. അതായത് ഇവിടെ എയർ ആണ്, ഇത് വേറൊരു മീഡിയം T തിക്നെസ്സിലുള്ള ഒരു മീഡിയം. ഇതിന് εr2, ഇത് εr1, ഇത് 1 ആയിരിക്കും. എയറിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി 1 ആണ്. ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് d ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ε0 A/d-T/1 പ്ലസ് T/εr. ഓക്കെ, ഇനി ഒരേ പ്ലേറ്റ് ഡിസ്റ്റൻസ് വരുന്ന മൾട്ടി പ്ലേറ്റ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്ലേറ്റ് ഓക്കെ കപ്പാസിറ്റർ വരികയാണെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എത്ര പ്ലേറ്റ് ഉണ്ടോ, n പ്ലേറ്റ്സ് ഉണ്ടെങ്കിൽ n-1 ഇൻറ്റു ε0 εr A/d അത്രയും കപ്പാസിറ്റൻസ് ആയിരിക്കും. ഓക്കെ അല്ലേ. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക, മെയിനായിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ കപ്പാസിറ്റൻസിൻ്റെ കേസിൽ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഈ ടൈപ്സ് ഓഫ് കപ്പാസിറ്റൻസ് വരികയാണെങ്കിൽ ഡൈഇലക്ട്രിക്കിൻ്റെ മെറ്റീരിയൽ പോലെ ഇരിക്കും. പേപ്പർ ആണെങ്കിൽ പേപ്പർ, ഓക്കെ, സെറാമിക് ആണെങ്കിൽ സെറാമിക്, എന്താണോ നമ്മൾ ഡൈഇലക്ട്രിക് യൂസ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിരിക്കും
ഇനി ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ആണെങ്കിൽ അതിൽ നമ്മൾ അലൂമിനിയം ഓക്സൈഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അത് ഓർത്തിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കപ്പാസിറ്ററിൻ്റെ കേസസിൽ വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇൻഡക്ടർ. ഇൻഡക്ടർ ആകുമ്പോഴേക്കും എന്താണ് നമുക്കറിയാം, ഇൻഡക്ടറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് L is equal to n² mu A by L. ഓക്കെ, അപ്പോൾ ഈ സ്മോൾ എൽ എന്ന് പറയുന്നത് എന്താണ്? ഈ സ്മോൾ എൽ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി കോയിലാണ്. ഈ എൻ എന്ന് പറയുന്ന നമ്പർ ഓഫ് ടേൺസ് ആണ്. മ്യൂ എന്ന് പറയുന്നത് എന്താണ്? പെർമിയബിലിറ്റി ആണ്. അപ്പോൾ ഇവിടെ നേരത്തെ പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞ പോലെ ഇതിന് പെർമിയബിലിറ്റി ആണ്. ഓക്കെ, അപ്പോൾ ഇത് അതിൽ മ്യൂ എന്ന് പറയുന്നത് മ്യൂ ആർ ഇൻറ്റു മ്യൂ സീറോ ആണ്. മ്യൂ ആർ എന്ന് പറയുന്നത് റിലേറ്റീവ് പെർമിയബിലിറ്റി, മ്യൂ സീറോ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് പെർമിയബിലിറ്റി, ദെൻ എ എന്ന് പറയുന്നത് ഏരിയ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ആണ് ഇക്വേഷനിൽ വരുന്നത്. ഇനി ഈ എല്ലിന് വരുന്ന ഇതിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന, ഇപ്പോൾ കോയിൽ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF എന്ന് പറയുന്നത് ഇക്വേഷൻ എന്താണ്? EMF ഇസ് ഈക്വൽ ടു -L ഇൻറ്റു di/dt. അപ്പോൾ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ടാണ് നമ്മൾ നെഗറ്റീവ് കൊടുക്കുന്നത്. അപ്പോൾ കറണ്ടിന് ഓപ്പോസിറ്റ് ആണ് EMF ഇൻഡ്യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്ന ലോ ഏതാണ്? ലെൻസസ് ലോ ആണ്. ഓക്കെ, ഇത് ഓർത്തിരിക്കുക. ദെൻ പിന്നെ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ്? മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് വരുമ്പോൾ അവിടെ മ്യൂച്വലി ഇൻഡ്യൂസ് ചെയ്യുന്ന EMF എന്ന് പറയുന്നത് M ഇൻറ്റു di/dt ആണ്. ഓക്കെ, അതിൽ M എന്ന് പറയുന്നത് K ഇൻറ്റു √L1 L2. അതിൽ K എന്ന് പറയുന്നത് കപ്ലിംഗ് കോഎഫിഷ്യൻ്റ് ആണ്. അപ്പോൾ ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ദെൻ ഈ ഒരു ഇക്വേഷൻ L is equal to E/di/dt എന്നുള്ള ഇക്വേഷനെ ബേസ് ചെയ്ത് നമുക്ക് EMFനെ N∅ എന്നും പറയാം. ഓക്കെ, ബൈ I, ഇങ്ങനെ നമുക്ക് ഇൻഡക്റ്റൻസിന് ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, പിന്നത്തെ കേസ് എന്താണ്? നമുക്ക് ടൈപ്സ് നോക്കുകയാണെങ്കിൽ, ഓക്കെ, ടൈപ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടൈപ്സ് പറയുന്ന പോലെ അയൺ കോർ. ഓക്കെ, അയൺ കോർ, ഇതിനെ നമുക്ക് ഫിൽട്ടർ ചോക്ക് എന്നും പറയാം. ഓക്കെ, അയൺ കോർ ഉണ്ടാകും. രണ്ടാമത്തത് എയർ കോർ, ദെൻ ഫെറൈറ്റ് കോർ, ദെൻ പൗഡേർഡ് അയൺ കോർ. ഇത്രയും ടൈപ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൽ അയൺ കോർ ഓഡിയോ ഫ്രീക്വൻസി, എയർ കോർ റേഡിയോ ഫ്രീക്വൻസി, ഫെറൈറ്റ് കോറും റേഡിയോ ഫ്രീക്വൻസി ആണ്. ദെൻ പൗഡർഡ് അയൺ കോറും ഹൈ ഫ്രീക്വൻസി തന്നെയാണ്. ഓക്കെ, ഓഡിയോ ഫ്രീക്വൻസി 1 to 60 kHz വരെ നമുക്കിത് യൂസ് ചെയ്യാം. ദെൻ ഇതെന്ന് പറയുമ്പം എബവ് 100 MHz. ഓക്കെ, അതായത് 1 GHz എന്ന് പറയാം. ദെൻ ഇത് ഫെറൈറ്റ് അപ് ടു 100 MHz. ഓക്കെ, ദെൻ പൗഡേർഡ് കോർ എന്ന് പറയുമ്പോൾ 10 kHz to 100 MHz. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മൾ റേഞ്ച് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. ഇതൊക്കെയാണ് എന്തിൽ വരുന്നത്? പാസീവ് കമ്പോണൻസിനകത്ത് വരുന്നത് ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ബാക്കി നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു വരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിറ്റർമൈൻ ദി ഈക്വലന്റ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ടെർമിനൽ A ആൻഡ് B ഇൻ ദ ഫോളോയിങ് സർക്യൂട്ട്. അപ്പോൾ എക്കും ബിക്കും ഇടയിൽ, അപ്പോൾ ഈ ഒരു ടെർമിനലിൽ നമുക്ക് ഈക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് റീഡ്രോ ചെയ്യാം ഈ ഒരു ഫിഗർ. ഓക്കെ, അതായത് A എന്ന് പറയുന്നൊരു പോയിന്റ്, ആ എയിന്ന് നമുക്ക് സിയിലോട്ട് ഒരു 15 ഓം പോയിട്ടുണ്ട് അല്ലേ? സിയിലോട്ട് 15 ഓം പോയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എയിന്ന് ഡിയിലോട്ട് വേറൊരു പോയിന്റ്, ഇപ്പോൾ ഇത് സി എന്ന് വിചാരിക്കുക. ഓക്കെ, ഡി എന്ന പോയിന്റിലേക്ക് ഒരു 10 ഓം പോയിട്ടുണ്ട്. ഓക്കെ, ഡിയിലോട്ട് 10 ഓം, ഡി. ഓക്കെ അല്ലേ? ഇനി ഈ സിയും ഡിയും തമ്മിലൊരു ഷോർട്ട് ഉണ്ടല്ലേ, ഒരു ഷോർട്ട് ഉണ്ട് ഇവിടെ.
ദെൻ സി ടു ബി ഉണ്ട്, ഡി ടു ബി ഉണ്ട്. അപ്പോൾ സി ടു ബി ഒരു 6 ഓം, സി ടു ബി, ദെൻ ഡി ടു ബി ഒരു 4 ഓം ഉണ്ട്. ഓക്കെ, ഇത് കോമൺ പോയിന്റ് ബി. അപ്പോൾ ഇത് രണ്ടും ഷോർട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇതും സെയിം പൊട്ടൻഷ്യലിലായിരിക്കും. അല്ലേ? അപ്പോൾ ഈ സർക്യൂട്ട് നമുക്ക് എങ്ങനെ ഈക്വലൻ്റ് എടുക്കാം? സെയിം പൊട്ടൻഷ്യലിൽ ഇങ്ങനെ ഇരിക്കുന്ന കാരണം ഇത് രണ്ടും പാരലൽ അല്ലേ? 15 പാരലൽ 10 വരും. ഇവിടെ എന്ത് വരും? 6 പാരലൽ 4 വരും. അപ്പോൾ നമുക്ക് എഗെയിൻ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ 15 പാരലൽ 10 എന്ന് പറഞ്ഞ പോയിന്റ് 15 പാരലൽ 10. 15 പാരലൽ 10 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വരും? എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണേ? 15 ഇൻറ്റു 10 ബൈ 15 പ്ലസ് 10 അല്ലേ? 6 എന്ന് വരും. അപ്പോൾ 6 ഓം വരും. ദെൻ 6 പാരലൽ 4, 6 ഇൻറ്റു 4 ബൈ 6 പ്ലസ് 4. അപ്പോൾ നമുക്ക് എന്ത് വരും? 2.4 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടലി എന്ത് വരും? ഇത് സീരീസ് ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് വരണം? 8.4 ഓം വരണം അല്ലേ? അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ മെഷർ ഓഫ് എ കോയിൽസ് എബിലിറ്റി ടു പ്രൊഡ്യൂസ് ഫ്ലക്സ് ഇസ് കോൾഡ്. ഒരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ, ഒരു കോയിലിന് ഒരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും അല്ലേ? ആ ഒരു എബിലിറ്റീനെ നമ്മൾ എന്തായിട്ടാണ് മെഷർ ചെയ്യുന്നത്? മാഗ്നെറ്റോ മോട്ടീവ് ഫോഴ്സ് അല്ലേ? ഓപ്ഷൻ സി, MMF കേട്ടിട്ടില്ലേ? ഇതാണ് ഫ്ലക്സിന്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നത് അല്ലേ? ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, the voltage induced in a coil by changing a flux will be of such a polarity that if a current could flow as a result of that induced voltage, the flux established by that current would oppose the cause or original flux change. അപ്പം ഒരു കോയിലിൽ ഉണ്ടാക്കുന്ന ചേഞ്ചിങ് ഫ്ലക്സ്, ഓക്കെ, ആ ചേഞ്ചിങ് ഫ്ലക്സ് കാരണം ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ഈ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ ചേഞ്ചിങ് ഫ്ലക്സ് ഉണ്ടാക്കുന്ന കറണ്ടിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതായത് ഇൻഡ്യൂസ് ചെയ്യുന്ന EMF എന്ന് പറയുന്നത് കറണ്ടിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഓക്കെ, ഇത് എന്ത് ലോ ആണ്? ഞാൻ നേരത്തെയും പറഞ്ഞു എന്ത് ലോ ആണ്? ലെൻസസ് ലോ ആണ്. ഓപ്ഷൻ ബി, ലെൻസസ് ലോ. കറണ്ടിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFൻ്റെ ഡയറക്ഷൻ പറയുന്നത് ലെൻസസ് ലോ ആണ്. അപ്പോൾ ഒരു ഫ്ലക്സ് ചേഞ്ച് കാരണം ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന ഏതാണ്? ഫാരഡേസ് ലോ ഓഫ് ഇൻഡക്ഷൻ ആണ്. പക്ഷെ അതിൻ്റെ ഡയറക്ഷൻ്റെ കാര്യം പറയുന്നത് ലെൻസസ് ലോ ആണ്. ഓക്കെ, then fourth question, a wire of resistor 10 ohm is drawn out so that its length is increased to twice its original length. Then the new resistance is. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 10 ഓമുള്ള റെസിസ്റ്റർ വയർ ഡ്രോൺ ചെയ്തിരിക്കുന്നു. അപ്പം ഞാൻ നേരത്തെ കേസിൽ ഞാൻ പറഞ്ഞു സ്ട്രെച്ച് ചെയ്യുക, ഓക്കെ, സ്ട്രെച്ച് ചെയ്യുക അല്ലെങ്കിൽ ഡ്രോൺ ചെയ്യുക എന്ന് പറയുന്ന കേസാണെങ്കിൽ പുതിയ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് N²R ആയിരിക്കും. ദെൻ കംപ്രസ് ചെയ്യുക, ഓക്കെ, കംപ്രസ് ചെയ്യുക എന്ന് പറയുമ്പോൾ പുതിയ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R/N² ആണെന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ട്വൈസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡ്രോൺ ചെയ്തിരിക്കുന്നു ട്വൈസ്. അതായത് ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ആൻഡ് എത്ര ടൈംസ്? N എന്ന് പറയുന്നത് 2 ആണ് അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പം ന്യൂ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ? N², 2² ഇൻറ്റു 10. അപ്പോൾ എത്ര വരും? 40 ഓം വരണം അല്ലേ? ഓപ്ഷൻ ഡി. നെക്സ്റ്റ്, വാട്ട് ഈസ് ഈക്വലന്റ് റെസിസ്റ്റൻസ് ഇൻ ദ സർക്യൂട്ട്? ഈ ഒരു സർക്യൂട്ടിൻ്റെ ഈക്വലന്റ് റെസിസ്റ്റൻസ് വരക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് സാധാരണ ഇങ്ങനെ ഒരു ഫിഗർ, ഒരു നോർമൽ കാണുന്ന ഒരു ഫിഗർ ആണെങ്കിൽ നമ്മൾ അതിനെ റീഡ്രോ ചെയ്യാൻ നോക്കണം. ഓക്കെ, ഇവിടെ തന്നെ നെയിമിംഗ് എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. A, B പൊട്ടൻഷ്യൽ, C ഉണ്ട്, D ഉണ്ട് അല്ലേ? ഇതിനെ നമുക്ക് എങ്ങനെ റീഡ്രോ ചെയ്യാൻ നോക്കാം. ഞാൻ എയിൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. എയിൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്.
ജസ്റ്റ് എയിൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എ എന്ന് പറയുന്ന പൊട്ടൻഷ്യലിൽ തുടങ്ങുവാണെങ്കിൽ ഇവിടെ ഒരു എ ടു സി ആണ് ആദ്യമുള്ളത്. എ ടു സി ഒരു 10 ഓം വരുന്നുണ്ട്. 10 ഓം എ ടു സി. ദെൻ സി ടു ഡി. സി ടു ഡി ഇവിടെ സി ടു ഡി ഒരു 1 ഓം വരുന്നുണ്ട്. ഡി. ഓക്കെ, ഇനി താഴെയുള്ളതെല്ലാം സെയിം പൊട്ടൻഷ്യലാണ് അല്ലേ? താഴെയുള്ളതെല്ലാം തന്നെ സെയിം പൊട്ടൻഷ്യലാണ്. ബി എന്ന് പറയുന്ന പൊട്ടൻഷ്യലാണുള്ളത്. ദെൻ സി ടു ബി താഴോട്ടുണ്ട്. സി ടു ബി ഒരു 3 ഓം സി ടു ബി ഉണ്ട്. ദെൻ എഗെയിൻ ഇവിടെ ഒരു സി ടു ബി, ഈ ഒരു ലൈൻ കാണാം നിങ്ങൾക്ക്, സി ടു ബി. ഓക്കെ, അപ്പം അവിടെ അതും ആക്ച്വലി പാരലൽ ആണല്ലേ. അപ്പോൾ സി ടു ബി എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ ഒരു പോയിന്റിൽ വരയ്ക്കുകയാണ്. സി ടു ബി 6 ഓം. നെക്സ്റ്റ് ഡി ടു ബി ഇങ്ങോട്ട് താഴോട്ട് ഒരെണ്ണമുണ്ട് അല്ലേ. ഡി ടു ബി ഇവിടെ ഒരു 4 ഓം ഉണ്ട്. ദെൻ എഗെയിൻ അതുപോലെ ഡി ടു ബി ഇങ്ങോട്ടൊരു 12 ഓം ഉണ്ട്. അപ്പോൾ അത് ഞാനിവിടെ പാരലായിട്ട് 12 ഓം, ഇതും ബി പൊട്ടൻഷ്യൽ തന്നെയാണ്. 12 ഓം പാരലായിട്ട് കൊടുത്തു അല്ലേ. ദെൻ ഈ വരുന്ന ഒരു പോർഷൻ, ഈ ഒരു വരുന്ന ഒരു പോർഷൻ ഇവിടെ നമുക്കൊരു 1 ഓം, ദെൻ ഇവിടെ ഒരു 5 ഓം കണക്ട് ചെയ്തു. 5 ഓം 1 ഓം. ഓക്കെ അല്ലേ. ഇനി നമുക്കിതിനെ ജസ്റ്റ് നമുക്ക് ഈക്വലൻ്റ് എടുത്തെടുത്ത് പോയാൽ മതി അല്ലേ. ഇവിടെയാണ് നമുക്ക് ശരിക്കും ആർ എ ബി കിട്ടേണ്ടത്, ഇവിടെയാണ്. അപ്പോൾ നമ്മൾ ഈക്വലൻ്റ് ഇപ്പം ഇത്രയും പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും നോക്കിക്കേ. ഇവിടെ 1 + 5. ഓക്കെ, ഈ ഒരു ഇത് സീരീസ് ആണ്. അപ്പോൾ 1 + 5 6 വരും. അപ്പോൾ 12 പാരലൽ 4 പാരലൽ 6 വരും. ഓക്കെ, ഈ ഒരു പോർഷനിൽ 12 പാരലൽ 4 പാരലൽ 6 വരും. അപ്പോൾ പാരലൽ വരുമ്പോഴേക്കും നമുക്കിത് 2 ഓം ആവും ഈ ഒരു പോർഷൻ. ഓക്കെ, അപ്പം നമുക്ക് ഫൈനലി എന്ത് വരും? ഇവിടെ എ 10 ഓം പ്ലസ് സി ഉണ്ട്. സിയിൽ ഇവിടെ ഒരു 3 ഓം ഉണ്ട്. ദെൻ ഇവിടെ എത്ര വരും? 3 വരും. ഇവിടെ 6 വരും. ഇവിടെ 1 വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടി ഈ ഒരു ഡി ബി പൊട്ടൻഷ്യലിൽ വരുന്ന 2 ഓമും കൂടി വരും. ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. 1 ഓം 2 ഓം ഇവിടെ സി. ഇനി ഇതിനെ ഈക്വലൻ്റ് ആക്കി എടുക്കുകയാണെങ്കിൽ 3 പാരലൽ 6 പാരലൽ 3 വരും. ഓക്കെ, ഇവിടെ 3 പാരലൽ 6 പാരലൽ 3 വരും. അപ്പോൾ നമുക്ക് 1.2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഫൈനലി എന്ത് വരണം? ഒരു 10 ഓം വരും. ഓക്കെ, ഇനി ബിയിലേക്ക് ഒരു 1.2 വരും. എ ബി എടുക്കുകയാണെങ്കിൽ ഇത് 10, ഇത് 1.2. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് എന്താ സീരീസ് ആണ്, ആഡ് ചെയ്യുക. അപ്പോൾ ഫൈനലി ആർ എ ബി എന്ന് പറയുന്നത് 11.20 ഓം. അപ്പോൾ ഓപ്ഷൻ ബി. ഓക്കെ, question number 6. Consider the following statement for inductors. An inductor act like a short circuit to DC. ഓക്കെ, അത് കറക്റ്റ് ആണോ? നമുക്ക് നോക്കാം. The current through an inductor cannot change instantaneously. The current through an inductor can change instantaneously. An inductor act like an open circuit to DC. Which of the above statements is or are correct എന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ്. അപ്പോൾ നമുക്ക് നോക്കാം ഓരോ സ്റ്റേറ്റ്മെൻറ്റും. ആൻ ഇൻഡക്ടർ ആക്ട് ലൈക്ക് എ ഷോർട്ട് സർക്യൂട്ട് ടു ഡി സി. അപ്പോൾ ഞാൻ ഇന്നലെ ഓർക്കാനായിട്ട് ഞാൻ പറഞ്ഞു നേരത്തെ ക്ലാസ്സിൽ ഡി സിയിൽ പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ദ കറണ്ട് ത്രൂ ആൻ ഇൻഡക്ടർ കാനോട്ട് ചേഞ്ച് സൈമിൾട്ടേനിയസ്ലി അല്ലേ, അതും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദ കറണ്ട് ത്രൂ ആൻ ഇൻഡക്ടർ ക്യാൻ ചേഞ്ച് സൈമിൾട്ടേനിയസ്ലി, ഇത് തെറ്റാണ്. ഇൻഡക്ടർ ആക്ട് ലൈക്ക് ആൻ ഓപ്പൺ സർക്യൂട്ട് ഡി സി, അതും തെറ്റാണല്ലോ. നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ നമുക്ക് ആൻസർ വരുന്നത് എന്താ? സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ഓൺലി. അപ്പോൾ ഓപ്ഷൻ ബി. ദെൻ സെവൻത്ത് ക്വസ്റ്റ്യൻ. ആർ ഈക്വലൻറ്റ് ഫോർ
ഫോളോയിങ് നെറ്റ്വർക്ക് ഈസ്, ഈ ഒരു നെറ്റ്വർക്കിൻ്റെ ആർ ഈക്വലൻ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം നമുക്ക് നോർമലി ഈ ഒരു ഇക്വലൻ്റ് ഇവിടെയാണ് ആക്ച്വലി എ ബി എന്ന് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത് എവിടെയാ? ഇതിനെ നമുക്ക് റീഡ്രോ ചെയ്യണമല്ലേ. അപ്പം റീഡ്രോ ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനൊരു സർക്യൂട്ട് ആയതുകൊണ്ട് ഈ ഒരു പൈ സർക്യൂട്ടിനെ അല്ലെങ്കിൽ ഈ ഒരു ഡെൽറ്റ സർക്യൂട്ടിനെ നമുക്ക് ഒരു സ്റ്റാർ സർക്യൂട്ട് ആക്കിയിട്ട് മാറ്റണം. ഓക്കെ, അതായത് ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റാർ സർക്യൂട്ട് ഇതിന് പകരം ഫോം ചെയ്യണം. ഓക്കെ, ഇവിടെ ഞാനിപ്പം ഇത് ആർ എ, ഇത് ആർ ബി, ഇത് ആർ സി എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇത് എന്ത് വരും? ഇപ്പോൾ സപ്പോസ് ഇതിന് ഞാൻ R1, R2, R3 എന്ന് കൊടുക്കുക. ഇത് ഡെൽറ്റയിലാണ് അല്ലേ. അപ്പോൾ ഇവിടെ ആർ എ എന്ന് പറയുന്നത് R1 R3 ബൈ R1 പ്ലസ് R2 പ്ലസ് R3. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 5 × 4 ബൈ 5 പ്ലസ് 4 പ്ലസ് 3 എന്ന് പറയുമ്പോൾ 5/3 ഓം എന്ന് കിട്ടും നമുക്ക്. ദെൻ ആർ ബി എന്ന് പറയുമ്പം ഇവിടെ ഇതാണ് ആർ ബി എന്ന് പറയുമ്പം ഈ ഒരു റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ അതിനെ നമുക്ക് R2 R3 ബൈ R1 പ്ലസ് R2 പ്ലസ് R3. ഓക്കെ, ഇതിനെ നമുക്ക് 4 × 3/12 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 1 ഓം കിട്ടും. അപ്പോൾ ഇത് 1 ഓം. ദെൻ ആർ സി എന്ന് പറയുമ്പം R1 R2 ബൈ സമ്മേഷൻ. അപ്പം എന്ത് വരും? 5 × 3/12. അപ്പോൾ നമുക്ക് 5/4 ഓം എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ സ്റ്റാറിനെ നമുക്ക് ആക്ച്വലി ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, ഇങ്ങനെ വരയ്ക്കാം അല്ലേ, ഇങ്ങനെ ഒരു ട്രീ ആയിട്ട് വരക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കാം? ഈ എയിന്ന് ഇങ്ങോട്ട് ഒരു 3.125 ഓം. ഇനി ഇവിടെ 4 ഓം വരും. ഇനി ഇവിടുന്ന് വരുന്നത് ആർ സി ആയിരിക്കും വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളൊരു ആർ സി ആണ് വരയ്ക്കേണ്ടത്. ആർ സി എന്ന് പറയുമ്പോൾ 5/4 ഓം വരും. ഇവിടെ നമ്മൾ ആർ ബി ആണ് വരയ്ക്കേണ്ടത്. അപ്പോൾ 1 ഓം വരും. ദെൻ വരുന്നത് ആർ എ, ഇവിടെയാണ് ബി വരുന്നത്. ആർ എ എന്ന് പറയുമ്പോൾ എത്രയാ? 5/3 വരും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും സീരീസ് ആണ്, തമ്മിൽ പാരലലാണ്. അങ്ങനെയായിരിക്കും വരുന്നത് അല്ലേ. അപ്പോൾ ഇത് സീരീസ് ആകുമ്പോൾ 4.375 എന്ന് വരും. ഇവിടെ വരുമ്പം 4 + 1 5 എന്ന് വരും. ഇത് രണ്ടും പാരലലും ആണ്. ഓക്കെ, ദെൻ 5/3 ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ടോട്ടലി 4 ഓം കിട്ടും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ 4 ഓം. സോ ബാലൻസ് നമുക്ക് നെക്സ്റ്റ് ലെക്ചറിൽ നോക്കാം. താങ്ക് യു.